ധ്യാന നിർദ്ദേശങ്ങൾ 6. ശരീരത്തെ ശ്രദ്ധിക്കുക. ശരീരം നിവർത്തി നേരെ ഇരിക്കുക. എന്നിട്ട് നമ്മുടെ ശ്രദ്ധ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ നട്ടെല്ല് മുകളിലേക്ക് അല്പം വലിച്ച് നിവർത്തുക. അത് മുകളിലേക്ക് നേരെ നിൽക്കട്ടെ. അതുമൂലം നമ്മൾക്ക് ജാഗ്രതയും ഊർജവും ഉണ്ടാകുന്നതാണ്. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ ആ നട്ടെല്ലിന് ചുറ്റും റിലാക്സായിട്ട് മൃദുവായിട്ട് ഇരിക്കട്ടെ. ആ അറിവിൻ്റെ ആകാശത്ത് നമ്മുടെ ശരീരത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കുക. പതുക്കെ പതുക്കെ നമ്മുടെ ശ്രദ്ധ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നയിക്കുക. ശരീരത്തിൻ്റെ എവിടെയെങ്കിലും സമ്മർദ്ദമോ വലിഞ്ഞു മുറുക്കമോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, മുഖത്തുള്ള പേശികളിൽ സമ്മർദ്ദം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, തോളുകളിലോ വയറിലോ കാലുകളിലോ എവിടെയാണെങ്കിലും ആ സമ്മർദ്ദത്തെ റിലാക്സ് ചെയ്യുക. ആ ടെൻഷനെ റിലീസ് ചെയ്യുക. ശരീരത്തിൽ ഒരേ സമയത്ത് ഊർജവും അതേപോലെ തന്നെ റിലാക്സേഷനും അയച്ചുവിടലും രണ്ടും തുല്യമായിട്ട് കൊണ്ടുവരിക. ശരീരം ജാഗ്രതയുള്ളതാണ്, നേരെ നിൽക്കുന്നതാണ്. എന്നാൽ അതേ സമയത്ത് അയഞ്ഞിരിക്കുന്നതാണ്, വിശ്രമാവസ്ഥയിലാണ്. ശ്രദ്ധയെ ശ്വാസത്തിൽ കേന്ദ്രീകരിക്കുക. ഈ ക്ഷണത്തിൽ ശ്രദ്ധ കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നതിന് നമ്മളുടെ ജാഗ്രതയെ ശ്വാസത്തിൽ കേന്ദ്രീകരിക്കുക. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള മൃദുവായിട്ടുള്ള താളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശരീരം അതിൻ്റേതായിട്ടുള്ള താളത്തിൽ ശ്വാസാച്ഛ്വാസം ചെയ്യുന്നത് അനുഭവിക്കുക. അത് നിങ്ങളുടെ ശ്രദ്ധയുടെ കേന്ദ്രമാക്കുക. ആ സമയത്ത് നിങ്ങൾ കേൾക്കുന്ന ശബ്ദം, ഇലകൾ ഇളകുന്ന ശബ്ദം, റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന കാറുകൾ, മറ്റ് ഏതെങ്കിലും ശബ്ദങ്ങൾ, അതെല്ലാം അതിൻ്റെ അതിർത്തിക്ക് അപ്പുറത്തായിരിക്കട്ടെ. ശരീരത്തിൻ്റെ അനുഭവം, പലതരത്തിലുള്ള ചിന്തകൾ ഉണരുന്നു. ഇവയെല്ലാം നിങ്ങളുടെ ശ്രദ്ധയുടെ അതിർത്തിക്ക് അപ്പുറത്തായിരിക്കട്ടെ. നിങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് ശ്വാസവും അതിൻ്റെ അനുഭവവും ആണ്. അതാണ് നിങ്ങളുടെ ശ്രദ്ധയുടെ കേന്ദ്രം. വർക്കിംഗ് വിത്ത് ദ ഹിൻഡ്രൻസസ്, പ്രതിബന്ധങ്ങളിൽ, തടസ്സങ്ങളിൽ ജോലി ചെയ്യൽ. കുറച്ച് മിനിറ്റുകൾക്ക് നിങ്ങളുടെ ശ്രദ്ധയുടെ ഉദ്ദേശം ഈ തരത്തിലുള്ള വ്യായാമമാണ്. നിങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാ കാര്യത്തെയും നിങ്ങൾ മനസ്സിലാക്കണം. അതിനെ കണക്ക് കൂട്ടണം, അതിനെ തീരുമാനിക്കണം, അതിനെ ചിന്തിക്കണം, അതിനെതിരായിട്ട് യുദ്ധം ചെയ്യണം, അതിനെ തുരത്തണം. ഏതൊരു തരം പ്രതിബന്ധമായാലും ശരി, ഈ 5 തരത്തിലുള്ള ഏതൊരു തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ആയാലും ശരി, അവയെ നിങ്ങൾ ഒന്ന് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നേരിടണം. അതിനെപ്പറ്റി മുൻപുള്ള അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തു തന്നെ പ്രകടമായി കഴിഞ്ഞു കഴിഞ്ഞാലും, ഇരിക്കപ്പുറതിയില്ലായ്മയാണെങ്കിൽ ശരി, അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹമായാലും ശരി, ദ്വേഷമായാലും ശരി, ആലസ്യമായാലും ശരി, സംശയമാണെങ്കിലും ശരി, മനസ്സ് എപ്പോഴെങ്കിലും ഇതിൻ്റെ വഴികളിലേക്ക് പോകുന്ന സമയത്ത് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങളെ ഇവയ്ക്കെതിരെ പ്രയോഗിക്കുക. ബുദ്ധൻ പറഞ്ഞിട്ടുള്ള ഉപമകളെ കാണുക. നിങ്ങൾ ഒരു മരുഭൂമിയിലാണ്, കടത്തിലാണ്, ജയിലിലാണ് എന്ന് നിങ്ങൾ അറിയുക. നിങ്ങൾ ആ പ്രതിബന്ധങ്ങളിൽ നിന്ന് വിമുക്തമായി കഴിഞ്ഞാൽ അതിനെ ഉപേക്ഷിക്കുക, അതിനെ ഇല്ലാതാക്കുക, അതിനെ മായ്ച്ചു കളയുക. അപ്പോൾ നിങ്ങൾക്ക് ജയിലിൽ നിന്ന് വിമുക്തമായിട്ടുള്ള അനുഭവത്തിൻ്റെ ഗുണം, കടത്തിൽ നിന്ന് മോചിതമായിട്ടുള്ള അല്ലെങ്കിൽ മരുഭൂമി കടന്നിട്ടുള്ള ആ ഗുണം നിങ്ങൾക്ക് അനുഭവമാകാൻ തുടങ്ങും. അത് എപ്രകാരമാണ് എന്ന് നിങ്ങൾ അനുഭവിച്ചറിയുക. നമ്മൾ ഏതെങ്കിലും പ്രത്യേക പ്രശ്നമോ പ്രതിബന്ധമോ സൃഷ്ടിക്കേണ്ടതില്ല. അവ സ്വയം ഉണരുന്നതാണ്. നിങ്ങളുടെ ശ്രദ്ധ എത്ര കണ്ട് നിങ്ങളുടെ ശ്വാസത്തിൽ നിർത്താൻ സാധിക്കുമോ അത്ര കണ്ട് നിങ്ങളുടെ ശ്വാസത്തിൽ നിർത്തുക. അടുത്ത 10, 15, 20 മിനിറ്റുകൾ നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിൽ തന്നെ നിർത്തുക. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും പ്രതിബന്ധങ്ങൾ ഉയരുകയാണെങ്കിൽ അവയെ നേരിടുക. പ്രതിബന്ധങ്ങൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ ഈ വർത്തമാന ക്ഷണത്തെ നിങ്ങൾ ആസ്വദിക്കുക. ഈ വർത്തമാന ക്ഷണത്തിലേക്ക് നിങ്ങളുടെ ഹൃദയം തുറക്കുക. എന്തെങ്കിലും അനുഭവമോ അല്ലെങ്കിൽ ചിന്തകളോ നിങ്ങളെ ശല്യപ്പെടുത്തുകയാണ് എങ്കിൽ
ആ ശല്യത്തെ, ആ ദ്വേഷത്തെ മൈത്രി കൊണ്ട്, തുറന്ന ഹൃദയം കൊണ്ട്, സ്വീകാര്യത കൊണ്ട് നേരിടുക. നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും കാമചിന്തകൾ ഉണരുകയാണെങ്കിൽ ആ ആഗ്രഹത്തെ പിന്തുടരുന്ന പോരായ്മ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടി എങ്കിൽ, അതുമായിട്ട് നിങ്ങൾക്ക് ജീവിക്കേണ്ടിയിരുന്നു എങ്കിൽ, ആ അവസ്ഥയിൽ നിങ്ങൾ 1 വർഷം, 10 വർഷങ്ങൾ, 100 വർഷങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അത് എങ്ങനെയുണ്ടാകും എന്ന് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് ആലസ്യം വരികയാണെങ്കിൽ നിങ്ങളുടെ നട്ടെല്ല് നിവർത്തി ഇരിക്കുക, നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക, നിങ്ങളുടെ ഊർജം കൂട്ടുക. നിങ്ങൾക്ക് ഇരിക്കപ്പുറതിയില്ലായ്മ, അസ്വസ്ഥത ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ പുറത്തുവിടുന്ന ശ്വാസത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതിൻ്റെ അവസാനം വരെ. അത് നിങ്ങളുടെ ശരീരത്തെ ശാന്തമാക്കുന്നതാണ്, നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായിട്ടും വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതാണ്. നിങ്ങൾക്ക് വിചികിത്സ അല്ലെങ്കിൽ സംശയം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സംശയത്തിൽ നിന്ന് പുറത്തു വരേണ്ടതാണ്. അതിന് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്: ഇത് വളരെ നല്ല ഒരു ചോദ്യമാണ്. സന്തുലിതാവസ്ഥയെ നിലനിർത്തുക. പലതരത്തിലുള്ള ഒഴുക്കുകളും വലികളും ഉണ്ടാകും. അവയെല്ലാം നേരിടുക. അത് ചിലപ്പോൾ കൊടുങ്കാറ്റായിരിക്കാം, അല്ലെങ്കിൽ അലകളായിരിക്കാം, അല്ലെങ്കിൽ ഓളങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സമുദ്രത്തിലെ പലതരം ജീവികളായിരിക്കാം, അല്ലെങ്കിൽ എഞ്ചിനായിരിക്കാം. ഈ കാര്യങ്ങളെല്ലാം നമ്മളെ പല ദിശകളിലേക്ക് വലിക്കുന്ന സമയത്ത് നമ്മൾ സ്വയം അഡ്ജസ്റ്റ് ചെയ്യുക. മനസ്സിലുള്ള പലവിധ ശക്തികളെ യഥാർത്ഥ രീതിയിൽ നേരിടുക. മനസ്സിനെ അതിന് തയ്യാറെടുക്കുക. വർത്തമാനകാലത്തെ ഈ അനുഭവത്തെ നമ്മൾ സ്വീകരിക്കുക. പ്രതിബന്ധങ്ങളെ മറികടക്കുക. ഈ ക്ഷണത്തിൽ തന്നെ നിങ്ങൾ സന്തുലിത അവസ്ഥയിൽ തന്നെ ഇരിക്കുക. ധ്യാനം കഴിഞ്ഞു. ചോദ്യോത്തരങ്ങൾ 6. ചോദ്യം: നമ്മുടെ മനസ്സിൽ കാമവിചാരങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥിതിയിൽ 100 വർഷങ്ങൾ വരെ ജീവിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു. അതിനെ കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞു തരാമോ? അല്ലെങ്കിൽ അതേപോലെയുള്ള ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാമോ? ഉത്തരം: ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഒരു സ്വപ്നം ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. കാമസംബന്ധമായിട്ടുള്ള സ്വപ്നം. നിങ്ങൾ ആരെങ്കിലുമായിട്ട് ആലിംഗനത്തിലാണ് എന്ന് കരുതുക. അതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് മാറ്റത്തിലാണ്, അല്ലേ? ഉദാഹരണമായിട്ട് നിങ്ങൾ ആരെങ്കിലും ആലിംഗനം ചെയ്യുകയാണ് എന്ന് കരുതുക. അത് 1 മണിക്കൂർ നീണ്ടു നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വളരെ നല്ലതാണ്. എന്നാൽ ഉദാഹരണമായിട്ട് നിങ്ങൾ ഇങ്ങനെ കരുതുക, അത് 1 ദിവസം മുഴുവൻ നടക്കുകയാണ്, നിങ്ങൾ അതിൽ നിന്ന് മാറുന്നേയില്ല. 10-12 മണിക്കൂറിന് ശേഷം അതിൻ്റെ ആ പുതുമ നമ്മൾക്ക് നഷ്ടപ്പെടുന്നു. 1 ദിവസത്തിന് ശേഷം അത് ഒരു ജോലിയായിട്ട് മാറുന്നു. 1 വർഷം വരെ നീണ്ടു നിന്നാൽ എന്ത് സംഭവിക്കും? അത് വളരെ കടുത്ത മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു ശിക്ഷയായിരിക്കും. 10 വർഷങ്ങൾ വരെയാണ് എങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. ഞാൻ എപ്പോഴാണ് ഈ കിടക്കയിൽ നിന്ന് വെളിയിൽ പോകാൻ പോകുന്നത്? അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈ വ്യക്തിയെ എനിക്ക് മതിയായി. നിങ്ങൾ 10 വർഷമായി പരസ്പരം മുഖം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ആകർഷണത്തെപ്പറ്റി ഓർക്കുക. അതുമാത്രമല്ല, മനസ്സ് എന്തിനോട് ആകർഷിക്കപ്പെടുകയാണെങ്കിലും, ഉദാഹരണമായിട്ട് ഒരു സംഗീതമാണ് എന്ന് കരുതുക. നിങ്ങൾ ബീത്തോവൻസിൻ്റെ 9ാമത്തെ സിംഫണി 1,50,000 പ്രാവശ്യം കേൾക്കുകയാണ് എങ്കിൽ അതിൻ്റെ ആസ്വാദ്യത നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. ഇന്ദ്രിയങ്ങളെ ആകർഷിക്കുന്ന ഏതൊരു കാര്യവും സാഹചര്യങ്ങൾക്ക് അനുസൃതമാണ്. എന്നാൽ അതിൻ്റെ ആശ്രിത സ്വഭാവത്തെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതിനാൽ ഈ രീതിയിൽ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളെ നേരിടണം. നിങ്ങൾ പറയുന്നു, ശരി, അതിനുശേഷം പലപ്പോഴും അതിനുശേഷം സംഭവിക്കുന്നത് എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലെ ഒരു പതുങ്ങിയ ശബ്ദം നിങ്ങളോട് അതിനെ ഉപേക്ഷിക്കാൻ പറയും. എന്തെന്നാൽ ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രകൃതം നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇത് ഒരു മണ്ടത്തരമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഈ ആഗ്രഹത്തിന് നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധയെ മാത്രമേ ആകർഷിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഒരു കാർഡ് കൊണ്ടുള്ള കളി പോലെയാണ്.
നിങ്ങളുടെ കൈകൾ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കില്ല. അതിനാൽ നിങ്ങളുടെ മായയെ നിങ്ങളുടെ സങ്കല്പം കൊണ്ട് അതിൻ്റെ രഹസ്യത്തെ കണ്ടെത്താൻ ശ്രമിക്കുക. അതിൻ്റെ കുറവിനെ കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾ ശാന്തമായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുക. നമ്മുടെ മനസ്സിന് ഏതെങ്കിലും ആഗ്രഹം വലിക്കുകയാണെങ്കിൽ, എനിക്ക് ആ പഴം കിട്ടിയിരുന്നു എങ്കിൽ, എനിക്ക് ആ നൂഡിൽസ് കിട്ടിയിരുന്നു എങ്കിൽ, എനിക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടിയിരുന്നു എങ്കിൽ, അത് ആ സമയത്ത് നിങ്ങൾ കേൾക്കുന്ന ഒരു നുണയാണ്. ഈ സമയത്ത് ലോകത്തിൽ നിങ്ങൾക്ക് അതൊന്നു മാത്രമേ കിട്ടാനുള്ളൂ. ആ ക്ഷണത്തിൽ ഈ ലോകത്തിൽ ആ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ വളരെ സന്തുഷ്ടനായിരിക്കും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വസ്തുവിനെ നിങ്ങളുടെ ശ്രദ്ധയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അതിൽ പ്രകാശം പരത്തുക. ഓ ശരിയാണോ? നിങ്ങൾക്ക് ഇതല്ലാതെ മറ്റൊന്നും തന്നെ വേണ്ടേ? ശരി, വായടയ്ക്കുക. നിങ്ങൾക്ക് ഇതിനു ശേഷം ഒന്നും തന്നെ വേണ്ടേ? നിങ്ങൾ എല്ലാം തന്നെ നശിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നൈറ്റ് ക്ലബ്ബിലെ വിളക്കുകൾ എപ്പോഴും വളരെ കുറഞ്ഞ പ്രകാശത്തിൽ കത്തുന്നത്. ഞാൻ ഒരിക്കലും നൈറ്റ് ക്ലബ്ബിൽ പോകാറില്ല. എന്നാൽ ഈ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. ആ ചുവന്ന ബൾബിൻ്റെ പ്രകാശം വളരെ കമ്മിയാണ്. അത് കാരണം നിങ്ങൾക്ക് ചുളിവുകളും അതേപോലെ തന്നെ വിടവുകളും കാണാൻ സാധിക്കില്ല. ആ മായ നടന്നുകൊണ്ടേയിരിക്കും. എന്നാൽ മാക്ഡൊണാൾഡിൽ വളരെ പ്രകാശമുള്ള ലൈറ്റുകളാണ്. എന്തെന്നാൽ ആൾക്കാർ പെട്ടെന്ന് പോകാൻ അവർ ആഗ്രഹിക്കുന്നു. പ്രകാശമുള്ള വെളിച്ചത്തിൽ നിങ്ങൾ അസ്വസ്ഥനാണ്. എന്തെന്നാൽ ആ സമയം നിങ്ങൾക്ക് എല്ലാം കാണാൻ സാധിക്കും. അത് എല്ലാറ്റിനെയും നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ അതിനെ മൂടുവാൻ സാധിക്കില്ല. ആഗ്രഹമുള്ള മനസ്സ് ആ മായയെ നടത്തിക്കൊണ്ടുപോകാൻ തന്നെ ആഗ്രഹിക്കുന്നു. എനിക്ക് 3-4 വയസ്സായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വളരെ പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു. ഞങ്ങൾ കൃഷിക്കാരായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വളരെ കുറച്ച് ധനമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ ഫാമിലിയിലെ ചിട്ട ഇങ്ങനെ ആയിരുന്നു. കുട്ടികൾക്ക് സമ്മാനം കിട്ടുന്നത് അവരുടെ പിറന്ന നാളിലോ അല്ലെങ്കിൽ ക്രിസ്മസ് ദിനത്തിലോ മാത്രം ആയിരിക്കും. അപ്പോൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഞങ്ങളുടെ കൃഷിസ്ഥലം ഒരു ഗ്രാമത്തിന് അടുത്തായിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു കളിപ്പാട്ടത്തിൻ്റെ ഷോപ്പുണ്ടായിരുന്നു. ആ കടയുടെ ഷെൽഫുകളിൽ ചെറിയ ചെറിയ കളിപ്പാട്ടത്തിൻ്റെ കാറുകൾ ഉണ്ടായിരുന്നു. അവയെ തീപ്പെട്ടി കാറുകൾ എന്നാണ് വിളിച്ചിരുന്നത്. ഞാൻ 1956 ജനിച്ചത്. 1950 BMW ഇങ്ങനത്തുള്ള കാറുകളാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത് 3 ചക്രങ്ങളുള്ള കാറായിരുന്നു. മുന്നിൽ 2 ചക്രങ്ങളും പിന്നിൽ 1 ചക്രവും. മുന്നിൽ ഒരു വാതിൽ ഉണ്ടായിരുന്നു. ഇതിനെ ബബിൾ കാർ എന്നാണ് ഇംഗ്ലണ്ടിൽ വിളിച്ചിരുന്നത്. ആ കളിപ്പാട്ടത്തിൻ്റെ കടയിലെ ഷെൽഫിൽ ഈ ചെറിയ ബബിൾ കാർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനോട് വളരെ സ്നേഹം തോന്നിയിരുന്നു. ഓരോ സമയത്ത് ഞാൻ ഗ്രാമത്തിൽ പോകുന്ന സമയത്തും ഞാൻ ആ കളിപ്പാട്ടത്തിൻ്റെ കടയിലേക്ക് പോകും. എന്നിട്ട് ഈ ബബിൾ കാറിനെ നോക്കിയിരിക്കും. ഒരു ബബിൾ കാറിനെ വാങ്ങിച്ചു തരാൻ ഞാൻ എൻ്റെ അമ്മയോട് യാചിക്കുമായിരുന്നു. ഞാൻ യാചിച്ചുകൊണ്ടേയിരുന്നു. വീണ്ടും ഞാൻ യാചിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അത് എൻ്റെ പിറന്നാളല്ല, അത് ക്രിസ്മസ് ദിവസമല്ല. അതിനാൽ എൻ്റെ അമ്മ പറഞ്ഞു, ഇല്ല, തീർച്ചയായിട്ടും ബബിൾ കാറില്ല. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ഈ ബബിൾ കാർ എനിക്ക് വാങ്ങിച്ചു തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മറ്റൊന്നും തന്നെ വീണ്ടും ഞാൻ ആവശ്യപ്പെടില്ല. ഒരിക്കലും ഞാൻ മറ്റൊന്നിനും ആവശ്യപ്പെടില്ല. ആ വയസ്സിൽ ഞാൻ സത്യസന്ധമായിട്ട് വിശ്വസിച്ചിരുന്നു. ഇത് സത്യമാണ് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. എന്തെന്നാൽ മറ്റൊന്നും ആവശ്യമാകും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. എനിക്ക് അത് കിട്ടിയിരുന്നു എങ്കിൽ എൻ്റെ ജീവിതം പരിപൂർണമാകുമായിരുന്നു. അപ്പോൾ എൻ്റെ പിറന്നാളിന് 2-3 ആഴ്ചകൾക്ക് മുൻപ്, അത് എപ്പോഴാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ആ ചെറിയ ബബിൾ കാർ ആ കളിപ്പാട്ട കടയിൽ നിന്ന് അപ്രത്യക്ഷമായി. അത് പോയി. അത് കിട്ടാൻ വളരെ വൈകി. അതുമൂലം ഞാൻ വളരെ അസ്വസ്ഥനായി. ഞാൻ ആ കടയുടെ ഉള്ളിൽ പോയി. എന്നിട്ട് പറഞ്ഞു, ആ ബബിൾ കാർ ഇവിടെ തന്നെ ഉണ്ടോ? ഓ ഇല്ല, ഇവിടെ ഇല്ല. അതെവിടെ പോയി എന്ന് എനിക്ക് അറിയില്ല. എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. അതിനുശേഷം എൻ്റെ പിറന്നാൾ വന്നു. അതോടൊപ്പം ആ ചെറിയ ലിറ്റിൽ ബബിൾ കാറും വന്നു. തീർച്ചയായിട്ടും
ഞാൻ വളരെയധികം സന്തുഷ്ടനായിരുന്നു. ഞാൻ വളരെയധികം സന്തോഷിച്ചു ഒരു ദിവസത്തേക്ക്. അടുത്ത ദിവസം ആ കാറുമായിട്ട് കുറച്ച് സമയം മാത്രമേ ഞാൻ കളിച്ചുള്ളൂ. മൂന്നാമത്തെ ദിവസം കുറച്ച് സമയമേ കളിച്ചുള്ളൂ. നാലാമത്തെ ദിവസമായപ്പോൾ അത് അലമാരയിലായിരുന്നു. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഞാൻ എൻ്റെ അമ്മയോട് മറ്റെന്തോ ആവശ്യപ്പെട്ടു. അപ്പോൾ അമ്മ എന്നെ ഓർമ്മിപ്പിച്ചു, മറ്റൊന്നും വേണ്ടിവരില്ല എന്ന് ഞാൻ വാക്കുകൊടുത്തതല്ലേ എന്ന് കളിയോടുകൂടി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാണ്, പക്ഷേ ഇത് വേറെയാണ്. ഇത് എപ്പോഴും നടക്കുന്ന ഒരു സാഹചര്യമല്ലേ, നമ്മൾ എല്ലായ്പ്പോഴും ഇതിനെ അറിയുന്നില്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ കയ്യിൽ ഇപ്പോഴും ആ ചെറിയ ബബിൾ കാറുണ്ട്. അത് കുടുംബത്തിലെ അലമാരയിലുണ്ട്. അതിനുശേഷം അവർ 4 പ്രാവശ്യം വീടുകൾ മാറിയിട്ടുണ്ട്. എന്നാൽ ആ ചെറിയ ബബിൾ കാർ ഇപ്പോഴും അവരുടെ കുടുംബത്തിൽ തന്നെയുണ്ട്. അത് എൻ്റെ ആഗ്രഹത്തിൻ്റെ അടയാളമാണ്, ആ ചെറിയ ബബിൾ കാർ. നമ്മൾക്ക് എത്ര ആ ചെറിയ ബബിൾ കാർ ഉണ്ട്, അത് അടുത്തിരിക്കുന്ന സ്ത്രീയായിരിക്കാം, അടുത്തിരിക്കുന്ന പുരുഷനായിരിക്കാം, അടുത്ത ഡിഗ്രി ആയിരിക്കാം, അടുത്ത വീടായിരിക്കാം, അടുത്ത ജോലിയായിരിക്കാം. എനിക്ക് ഈ കോഴ്സ് കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ വ്യക്തി പുറത്തു പോയിരുന്നു എങ്കിൽ, എനിക്ക് ഈ സ്ത്രീയെ ലഭിച്ചിരുന്നു എങ്കിൽ, എൻ്റെ ഈ രോഗം മാറിപ്പോയിരുന്നു എങ്കിൽ, എനിക്ക് അതിനെ കിട്ടിയിരുന്നു എങ്കിൽ, അപ്പോൾ ഈ ലോകം ചുരുങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഉറപ്പ് പറയുകയാണ്, ആ ക്ഷണത്തിൽ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ അത് ആസ്വദിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ചെറിയ പൈനെ നമ്മൾ തിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ സമയത്ത് വളരെ ആനന്ദകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് എപ്പോഴും നിലനിൽക്കില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ബുദ്ധൻ ഒരു നിരാശാവാദി ആയിരുന്നില്ല. പ്രകൃതിയുടെ സ്വഭാവം ഇതുതന്നെയാണ്. അത് ഒന്നും തന്നെ നിലനിൽക്കില്ല. നമ്മൾക്ക് ദീർഘകാലത്ത് സുഖത്തിൽ നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഒരു പൈ തിന്നുന്ന സമയത്ത് നമ്മൾക്ക് എന്നെന്നും നിലനിൽക്കുന്ന സുഖം ലഭിക്കില്ല. നിങ്ങൾ പൈനെ വായിൽ വെച്ചുകൊണ്ട് 1 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടാത്ത അവസ്ഥയിലാകും. ആ തരത്തിൽ അതിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത് ഇഷ്ടമാകില്ല. നമ്മളെ കഷ്ടപ്പെടുത്താനല്ല നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കുന്നത്, പക്ഷേ ഇത് ഒരു വിദ്യയാണ്. സൗന്ദര്യം എന്നുള്ളത് പുരാതനമായിട്ടുള്ളൊരു ഭാഷയാണ്. ഇത് ഒരു മാജിക്കുകാരനെ പോലെയാണ്. അവർ പലതരത്തിലുള്ള വേഷം കെട്ടിവരും. ഇത് ഒരു വഞ്ചനയാണ്. ഇതുമൂലം നമ്മൾക്ക് കാര്യങ്ങളെ കൃത്യമായിട്ട് കാണാൻ സാധിക്കില്ല. ആ സൗന്ദര്യത്തെ നിർത്താൻ നമ്മൾ $100 ബില്യൺ ചെലവഴിക്കാറുണ്ട്. 1-2 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ലോസ് ആഞ്ചൽസിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ദലൈലാമയുടെ ടീച്ചിങ് കേൾക്കാൻ പോയതായിരുന്നു. ലോക്കൽ ന്യൂസ് പേപ്പറിൽ മുഴുവൻ പ്ലാസ്റ്റിക് സർജറിയെ പറ്റിയുള്ള പരസ്യങ്ങളായിരുന്നു. 1999 $150 ബില്യൺ US പ്ലാസ്റ്റിക് സർജറിക്ക് വേണ്ടി, അതേപോലെ തന്നെ ഭാരം കുറയ്ക്കാൻ വേണ്ടി ആൾക്കാർ ചെലവഴിച്ചിരുന്നു. സൗന്ദര്യത്തെ നിലനിർത്താൻ അത്രയധികം ധനം അവർ ചെലവഴിച്ചിരുന്നു. അതിന് അപ്പുറത്തേക്ക് കാണുന്നതിന് നമ്മൾക്ക് ആധ്യാത്മികതയുടെ പൂർണ്ണത വേണം. നമ്മുടെ ഉള്ളിൽ നമ്മൾ വളരണം. നമ്മൾ എത്ര കണ്ട് നമ്മുടെ സൗന്ദര്യത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് അധികകാലം നീണ്ടു നിൽക്കില്ല. ഇത് പലതരത്തിൽ പ്രകടമാകുന്നു. നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പ്രകടമാകുന്നു. അത് നിങ്ങൾ ഓടിക്കുന്ന കാറാവാം, നിങ്ങൾക്കുള്ള ഡിഗ്രി ആകാം, നിങ്ങൾ ജോലി ചെയ്യുന്ന ഓർഗനൈസേഷനാകാം, നിങ്ങൾ സഹായിക്കുന്ന ചാരിറ്റി ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടീഷർട്ടിലെ വാക്യങ്ങളാകാം. ചോദ്യം: വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ആണെങ്കിൽ, ഞാൻ വളരെ സന്തുഷ്ടനാണെങ്കിൽ, ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഈ ചെറിയൊരു ശബ്ദം പറയുന്നുണ്ട്, ഇതുമൂലം നിങ്ങൾ അധികം സന്തോഷിക്കേണ്ടതില്ല, എന്തെന്നാൽ ഇതും മാറുന്നതാണ്. അതിനാൽ എപ്പോഴും ആ ക്ഷണത്തിൽ, ആ സമയത്ത് എനിക്ക് ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരാറുണ്ട്. നമ്മൾ കാര്യങ്ങളെ നേരിടുന്നു, എന്നാൽ അതിനെ ഉപേക്ഷിക്കുന്നു. ഇതിനെപ്പറ്റി താങ്കൾക്ക് കുറച്ചുകൂടി സംസാരിക്കാമോ? ഉത്തരം: ഇത് ഒരു നല്ല ചോദ്യമാണ്. ഇത് ഉറപ്പുള്ള ഒരു കാര്യമല്ല. ഇത് പറയാൻ ശരിയായിട്ടുള്ള ഒരു രീതിയും ഇല്ല. സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലത്തെ കാണാൻ ശ്രമിക്കണം. ശരിയായിട്ടുള്ള പ്രവൃത്തി അറിയുന്നതിന്, അത് ചെയ്യാനുള്ള നമ്മുടെ ഉദ്ദേശം, അതിൻ്റെ ഫലം,
അതിനാൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ആ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശമാണ്. ഞാൻ ആ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് എനിക്ക് എങ്ങനെയാണ് തോന്നുക, അതിൻ്റെ ഫലം പിന്നീട് എങ്ങനെയാണ് ഞാൻ അനുഭവിക്കുക എന്ന് നിങ്ങൾ മുൻകൂട്ടി ചിന്തിക്കുക. അതായത് പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപും ചെയ്യുന്ന സമയത്തും ചെയ്തതിന് ശേഷവും ഇങ്ങനെ നമ്മൾ ചിന്തിക്കണം. ചോദ്യം: നമ്മൾ ചിലപ്പോൾ നമ്മളെ കാര്യങ്ങൾ ആസ്വദിക്കാൻ അനുവദിക്കുന്നു. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും അത് സംഭവിക്കും. എന്നാൽ ധ്യാനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾക്ക് എങ്ങനെ പറയാം? ധ്യാനം 12 മണിക്കൂർ നീളാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ആൾക്കാരോടൊപ്പം ഇരിക്കുന്നത് ആസ്വദിക്കുന്നു. അതിൽ നമ്മൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. പക്ഷേ അതിനുശേഷം നമ്മൾ വിചാരിക്കുന്നു ഇത് ഒരു ആസക്തിയാണ്, നമ്മൾ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നു. ഉത്തരം: ചിലപ്പോൾ അത് അതുപോലെ തന്നെയാണ്, ചിലപ്പോൾ അത് അങ്ങനെയും അല്ല. നിങ്ങൾക്ക് അതിൻ്റെ പിറകിലെ ഉദ്ദേശം മനസ്സിലാകണം. ഈ കാര്യത്തിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? എന്താണ് നമ്മളെ അങ്ങോട്ട് ആകർഷിക്കുന്നത്? ആ ആകർഷണത്തിൻ്റെ പുറകിൽ എന്താണ്? അതിൻ്റെ ഫലം എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് എല്ലാ സമയത്തും ഞാൻ ആ കാര്യം ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ അതിനെ പിന്തുടരുന്നുണ്ടോ അതോ പിന്തുടരുന്നില്ലയോ? അതിൻ്റെ അനുഭവം എല്ലാ സമയത്തും ഒരുപോലെ ആണോ? നിങ്ങൾ ഈ രീതിയിൽ അതിനെ പരീക്ഷിച്ചു നോക്കുക. നിങ്ങൾ ആ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന സമയത്ത് അതുമൂലം നിങ്ങളിലുണ്ടാകുന്ന ഫലത്തെ നിങ്ങൾ നിരീക്ഷിക്കുക. നിങ്ങൾ കാണുകയാണ് അതിൽ ഒരുപാട് ഊർജം അടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരു അഡിക്ഷനായിട്ട് മാറുമോ? നിങ്ങളുടെ ഹൃദയം അതിലേക്ക് പോവുകയാണോ? അത് ഒരു മയക്കുമരുന്ന് പോലെയാണോ? ഏതുവരെ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ അതുവരെ എല്ലാം ശരിയാണ്. എന്നാൽ അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നത്തിലാണ്. അത് വളരെ വളരെ വേദനാജനകമാണ്. നമ്മൾക്ക് സ്വയം നിരീക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലേ നമ്മൾക്ക് അതിനോട് ആശ്രിതത്വം ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ.